മിക്കു ഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിന്നെ ഒരു ഇതേപോലെ ഒരു തേമ്പട്ടിയിൽ ഒരു പെട്ടിയിൽ വന്നുകൂടി ഒരു പ്രകൃതിദത്ത കോളിനെ എങ്ങനെ പിടിച്ചിട്ട് സെറ്റാക്കാന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഓരോ അതിന് അത്യാവശ്യം തേമ്പട്ടി പഠിക്കാനുള്ളവർക്കൊക്കെ ആവശ്യമുള്ള ഒരുവിധ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തു. പ്രകൃതി കോളനിയിൽ നിന്ന് പിടിക്കുന്നതും ഇങ്ങനെയല്ല വന്ന് ചേർന്ന് വീഴ്ച റെഡിയാക്കണോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനിപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തുകിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ മുറിച്ച് കെട്ടി റെഡിയാക്കി എടുക്കുക എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഒരുപാട് ഈച്ച പിടിച്ചിട്ടും ഇങ്ങനെ മുറിച്ച് കെട്ടിയിട്ടൊക്കെ ആൾക്കാർക്ക് ഈച്ച പോകുന്നത് പുതിയ ആൾക്കാർക്കൊക്കെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആണ്. ഇവിടെ 4 അടയാണ് ഇപ്പോൾ ഈ കൂടുതലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ മാക്സിമം ഈ ചെറിയ അടനെ നമ്മൾ കെട്ടണില്ല. അതിന് കാരണമുണ്ട്. അപ്പോൾ ഇത് ഈ ചെറിയ അട ചിലപ്പോൾ കെട്ടിയാൽ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതിലെ വലിയ 2 അടനെ കെട്ടണം. നമ്മൾ കെട്ടാൻ എപ്പോഴും വാഴനാര് ഉണ്ടോ, വാഴനാര് ഇങ്ങനെ ഈ ലെവലിൽ നല്ല വാഴനാരാണ് ഏറ്റവും നല്ലത് കെട്ടാൻ. അതെന്താ വെച്ചാൽ കെട്ടിയത് ഉറച്ച് കഴിഞ്ഞാൽ ഈച്ചക്ക് കടിച്ച് മുറിച്ച് അറുക്കാൻ അത് നല്ലതാണ്. അതേപോലെ മറ്റേതും പറ്റും കേട്ടോ, റബ്ബർ ബാൻഡും വേണമെങ്കിൽ ഇടാം. അപ്പോൾ ആദ്യം ഞാനിത് നമ്മൾ മാക്സിമം ഈച്ചനെ കളയാതെ തന്നെ നമ്മളത് എടുത്ത് കെട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിപ്പോൾ നിങ്ങൾ ഈച്ചനെ പേടിയുള്ള ഒരു ഈച്ചനെ ഇറക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു അട. അപ്പോൾ ഇത് എങ്ങനെ ഈ ഇതിൻ്റെ തേനിരിക്കുന്ന ഭാഗം മേലെ ഭാഗം, മുട്ട ഇരിക്കുന്ന ഭാഗം താഴെ ഭാഗം. അപ്പോൾ അത് കണ്ടോ, തേനിരിക്കുന്ന ഭാഗം ഇങ്ങനെ മേലേക്ക് വരുന്ന രീതിയിൽ തന്നെ മുട്ട ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ വെക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കേണ്ട കൂട്. അപ്പോൾ അത് ഇങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ കെട്ടണം. ഇതിപ്പോൾ 2 ആൾ വേണം, പക്ഷെ നമ്മളെ എക്സ്പീരിയൻസ് പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരാൾക്കൊന്ന് കെട്ടാം. നമ്മളൊക്കെ ഇങ്ങനെ ഒരാൾ കെട്ടി ഇങ്ങനെ ശീലിച്ചതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമല്ല. ഇത് 2 ആൾ വേണം. ഇത് കണ്ടോ. അപ്പം നമ്മൾ ആദ്യം കെട്ടിയത് ഫസ്റ്റത്തെ ഇതിപ്പോൾ ഒരു കെട്ടിയത് അതിൻ്റെ ഉള്ളിൽ കൂടെ കോത്തിട്ടാണ് കെട്ടിയത്. അതിന് പകരം ഇങ്ങനെയും കെട്ടാം. ഇപ്പോൾ ഏറ്റവും നല്ലത് ഇളയ അടയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കെട്ടുക, ഉള്ളിൽ കോക്കാതെ ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ചെറിയൊരു കയറെടുത്തിട്ട് കണ്ടോ, അപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ ഇപ്പോൾ ഇങ്ങനെ കോത്ത് കെട്ടിയാലും ഇങ്ങനെ തമ്മിൽ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ കെട്ടിയിരുതാ കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിയപ്പോൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ അത് കീപ്പിട്ട് പോരും. അതിന് പകരം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2ഉം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക. ഉണ്ടാവും ഇങ്ങനെ 2 കയറും കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക. അങ്ങനെ കെട്ടുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ കണ്ടോ, ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനെ കുറച്ച് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. അപ്പം എന്താ ഇതിൻ്റെ ഗുണം വെച്ചാൽ ഇതിപ്പോൾ ഇതിങ്ങനെ നിൽക്കണ്ടേ. ഇപ്പോൾ ഇതിങ്ങനെ ഇതിപ്പോൾ നമ്മൾ കോത്ത് കെട്ടിയതാണ്. കോത്ത് കെട്ടിയത് ഈ അട ഇങ്ങനെ മുറിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങും. പക്ഷെ ഇങ്ങനെ വട്ടിട്ട് കെട്ടിയത് ഇങ്ങനെ അവർ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കെട്ടണ അട ഇങ്ങനെ തന്നെ ഉറച്ച് നിൽക്കണം. കണ്ടോ, ഇങ്ങനെ നിൽക്കണം. ഇത് ഇവിടെ ഈ സൈഡിൽ ഈ അടിയിലൊന്നും മുട്ടരുത്. ഇനിയിപ്പോൾ ഒരാൾ ഇത്തരത്തിൽ ഫുള്ളായിട്ട് ഒരടയാണ് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് ഇത് ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഉറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴെ സൈഡ് ഭാഗം ഈ ഫ്രെയിമായിട്ട് അത് വേറെടുത്തി ഇങ്ങനെ തന്നെ മേലെ തൂങ്ങി വെക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അതെന്താ അതിൻ്റെ കാരണം വെച്ചാൽ ഈച്ചക്ക് എപ്പോഴും ഇതിൻ്റെ വളർച്ചക്കനുസരിച്ച് ഈ റാണി ഷെല്ല് കെട്ടാലൊരു ഗ്യാപ്പും റാണിക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോകാനൊരു ഗ്യാപ്പും ഈച്ചക്ക് വേണം. ഈച്ചക്ക് ഈ ചിലവരൊക്കെ ഇങ്ങനെ ഫ്രെയിമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു വടി പോലെ ഈ ഫ്രെയിമിന് ഇതാ ഇവിടെ ഇതാക്കണേ
ഒരു 2 mm ഒരു ചെറിയ തടിപ്പ് എന്താ ഈ 2 ഫ്രെയിമും പാടെ കൂടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ 3 mm മുകളിൽ വരും, 4 mm വരും. ആ 4 mm ഉള്ളിൽ കൂടെ ഈച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റാണിക്ക് കയറാം. റാണിൻ്റെ തല 3 mm ആണ്, 3 mm. ഈച്ചൻ്റെത് 2 mm ആണ് ഈച്ചൻ്റെത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്രെയിം രണ്ട് ഫ്രെയിം ഇതാ ഇങ്ങനെ ഒട്ടി ഇതിന് ഈ തടിപ്പ് ഇവിടെ ഇല്ലെങ്കിൽ 2 ഫ്രെയിം ഇങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ റാണിക്ക് ഇവിടെ വന്നിട്ട് ഇതിലിറങ്ങി മുട്ടയിടാൻ പോകാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇത് ഒട്ടി നിൽക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ചെറിയൊരു കണ്ടോ ഒരു വെട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലങ്ങളായിട്ട് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണീന് ഓരോ കാര്യങ്ങളുണ്ട്. ചിലർ വിചാരിച്ച എന്താ ഒരു വടി പോലെ പോരെ, അത് ഫ്രെയിം ഒരിക്കലും ഇങ്ങനെ ഒട്ടി നിൽക്കാതാക്കാൻ വേണ്ടിയിട്ടാണ്. 3 mm മുകളിൽ തല വണ്ണല്ല റാണിക്ക് ഇത് 4 mm ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തെ അടിക്ക് പോകാൻ. അപ്പോൾ ഈ ഒരട ഇങ്ങനെ കെട്ടി ഇനി അടുത്തതും നമ്മൾ അതേപോലെ കെട്ടുക. അപ്പോൾ ഇത് കെട്ടിയത് നമ്മളിതിൽ റെഡിയാക്കി വെച്ചു. അപ്പം നമ്മൾ പ്രകൃതിദത്ത കോളനിയിൽ നിന്നാണ് നമ്മൾ അട എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ. ഇനിയിപ്പോൾ നമുക്കൊന്ന് റബ്ബർ ബാൻഡും വേണമെങ്കിൽ ഇടാം. റബ്ബർ ബാൻഡും ഇവിടെ ഞാൻ ഈച്ചയോട് കൂടിയാട്ടോ ഞാൻ അങ്ങനെ വെക്കണത്. നിങ്ങൾ ഈച്ചനൊക്കെ ഇറക്കിയിട്ടൊക്കെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മൾ കണ്ടോ രണ്ടാമത്തും അതേമാതിരിക്ക് തേനിരിക്കണ ഭാഗം മേലെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ നീളം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പോഴും ഞാൻ മുമ്പ് കുറേ വീഡിയോയിൽ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ തന്നെ ഈ അട ഇങ്ങനെ തന്നെ തൂങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കണം. കാരണം അതിൻ്റെ ഈച്ചാൾ വിരിഞ്ഞ് വരണമെങ്കിൽ അതിൻ്റെ ആ അട കെട്ടീൻ്റെ ചെരിവ് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെയാണ്. അത് വിരിഞ്ഞ് വരാൻ എളുപ്പത്തിനാണത്. തിരിച്ചു വെച്ചു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് അത് എങ്ങനെ ഇരിക്കണ് അതേ പൊസിഷനിൽ തൂങ്ങി നിൽക്കാൻ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇതിന് റബ്ബർ ബാൻഡ് ഇടാം. 2 റബ്ബർ ബാൻഡ് ഇടുമ്പോഴും അത് 2 രീതിയിലുണ്ട്. ഇത് ക്രോസിലാക്കി റബ്ബർ ബാൻഡ് ഇടാം. പക്ഷേ ഇത് നമ്മൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സാധാ രീതിയിൽ തന്നെ റബ്ബർ ബാൻഡ് ഇടുന്നത് കണ്ടോ. റബ്ബർ ബാൻഡ് നമ്മൾ ചിലർ ക്രോസിൽ റബ്ബർ ബാൻഡ് ഇടും. ക്രോസിൽ ഇടേണ്ട കാര്യമില്ല, സാധാ രീതിയിൽ ഇടുക. ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടു. അടുത്തത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടു. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനിയാണ് അടുത്ത് നേരത്തെ നമ്മൾ കെട്ടിയ പോലെ ഇത് ഈച്ചയോട് കൂടി ചെയ്യാൻ പാടില്ല. ഞാനിതിങ്ങനെ ചെയ്തപ്പോൾ കണ്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ കെട്ടിയ പോലെ റബ്ബർ ബാൻഡ് നല്ല റബ്ബർ ബാൻഡ് ആയിരിക്കും കേട്ടോ, അതിൽ പൊട്ടാനും സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ കെട്ടിയ പോലെ 2 റബ്ബർ ബാൻഡും കൂട്ടിയിട്ട് ആണോ 2 റബ്ബർ ബാൻഡും കൂട്ടിയിട്ട് കെട്ടുക. അടുത്തതും റബ്ബർ ബാൻഡ് അപ്പോൾ ഇടുകയൊക്കെ ചെയ്യുക. ഇടുന്ന റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേമാതിരിക്ക് ചെറിയ കയറോ അല്ലെങ്കിൽ എന്തും കൊണ്ട് ഈ 2 റബ്ബർ ബാൻഡും കൂട്ടി ഇങ്ങനെ അമർത്തി കൂട്ടി കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ റബ്ബർ ബാൻഡ് ഇത് കണ്ടോ, ഇത് അടിക്ക് ടൈറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ റബ്ബർ ബാൻഡും ഇതിങ്ങനെ നിൽക്കും കണ്ടോ. പക്ഷേ കയറുമ്പോൾ നിൽക്കണ അത്ര കറക്റ്റായിട്ട് റബ്ബർ ബാൻഡ് കണ്ടോ തൂങ്ങണുണ്ടോ. അതാണ് റബ്ബർ ബാൻഡിൻ്റെ ഇത്. നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കി വെക്കാം. അതാണ് കയറാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ കയർ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇനി ഫുള്ളായിട്ടുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം. അത് തൂങ്ങി അടിക്ക് ചാടിയ ഈച്ച പാറാൻ സാധ്യത കൂടുതലാണ്. തൽക്കാലം ഇപ്പോൾ അപ്പോൾ നമ്മൾ
രണ്ടടയും കെട്ടി. ഇനി നമുക്ക് ഒരട ഉണ്ട്, ആ ഒരടയിൽ തീറ്റല്ല അടയാണ്, അത് നമ്മൾ കെട്ടി കൊടുക്കണം. അത് കെട്ടിയാലും ചിലപ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് അതായത് കെട്ടിയത് നിൽക്കൂല. അപ്പൊ ഇത് തീച്ചനെയും കൂടി ഇതിക്ക് ഇറക്കണം. ഇപ്പോ ഇങ്ങനെയാണ് നമ്മളെ കൂടിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിക്ക് നല്ല മുട്ടയും കുഞ്ഞും ഉള്ള ഒരു അട വെച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് വേറെ കൂടുണ്ടെങ്കിൽ നല്ല മുട്ടയും മക്കളൊക്കെ നല്ല സെറ്റിൽ ഒരു അട ഇതിക്ക് വെച്ച് കൊടുത്താൽ ഒരിക്കലും ഈ കൂട് പാറൂല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അത് അട ഇല്ലാത്ത വെറും ഈച്ചനെ മാത്രം കിട്ടുകയാണെങ്കിൽ രണ്ടട വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് അട, ഇനിയിപ്പോൾ ഒരു പ്രകൃതത്തെ കോളനി ദൂരത്ത് നിന്ന് എവിടെയെങ്കിലും കിട്ടിയാലും ഇങ്ങനെ കൊടുന്നിട്ട് നമ്മൾ അത് എപ്പോഴും ഈ കൊണ്ടുവരുമ്പോൾ അത് കൊടുന്നിട്ട് അത് ഒരു 2-3-4 ദിവസമെങ്കിലും അതിങ്ങനെ 2 ദിവസമെങ്കിലും ഇത് ബ്രൂഡായിട്ട് ഇങ്ങനെ കെട്ടണം. ഒരിക്കലും അതിന് സൂപ്പർ വെച്ച് അപ്പം തന്നെ തീറ്റ കൊടുക്കരുത്. ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കയറൊക്കെ മുറിച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം തന്നെ നമ്മൾ കൂടുമ്പോൾ ഒരു 10 ദിവസത്തിനെങ്കിലും കൂട് നോക്കാനേ പാടില്ല, വലിച്ചു നോക്കാനോ. കൂടിന് അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പം നമ്മൾ ഇവിടെ ഇതിക്കിപ്പോൾ നമ്മൾ ഒരടയും കൂടി വെക്കുകയാണ്. ഒരടയും കൂടി വെക്കുന്നുണ്ട്. ആ അട നമുക്ക് കൂട് നല്ല കൂടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരട വെച്ചു കൊടുത്താൽ അത് ഗ്യാരണ്ടി ആയിട്ട് ഒരിക്കലും ആ കൂട് പോവില്ല. അപ്പം നമ്മളൊരട ഒരു കൂടുന്ന് എടുത്തിട്ട് വെക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ കൂടുന്നാണ് നമ്മൾ അട എടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പുതിയ റാണിയൊക്കെ വിരിഞ്ഞ് സെറ്റായി വരുന്ന കൂടാണ്. അടയൊക്കെ കെട്ടി വരുന്നുണ്ട്. ഈ കൊല്ലത്തെ പുതിയ റാണി കണ്ടോ മുട്ടയിടാൻ തുടങ്ങി, മുട്ട വിരിയാൻ തുടങ്ങി. ചിങ്ങത്തിലത്തെ റാണി അത്. ഇതൊക്കെ ശരിക്കും വളർച്ച ഈച്ച അതൊക്കെ അട എടുത്ത് ലെവലാക്കണം, അല്ലെങ്കിൽ ഈച്ച പോവും. അപ്പം നമ്മൾ ഈ അട എടുക്കണം കണ്ടോ. മാക്സിമം പുകയൊക്കെ അടിച്ച് നല്ല ശ്രദ്ധിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാരണം പിന്നെ ഇപ്പോൾ കുത്തുകൊള്ളാക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മൾ വെറുതെ എന്തിനാ കുത്തുകൊള്ളാണ്. പിന്നെ നമ്മളിത് നമ്മളെ കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങളും ഇതേപോലെ എടുക്കും. എന്താ വെച്ചാൽ റാണി പോകണമൊക്കെ നല്ലോണം നോക്കണം. റാണി പോയാൽ കൂടിൻ്റെ കുടയുമ്പോഴൊക്കെ ഇതിൽ നമ്മൾ റാണി ഉണ്ടോയെന്ന് നോക്കിയിട്ടാട്ടോ കുടയിന് നമ്മൾ ഈ അടയാണ് എടുത്തത്. പകരം നമ്മൾ അതിന് എടുത്തു വരുന്ന കാലി ഫ്രെയിം ഇതിനെ വെച്ച് നമ്മൾ ഈ അട ഇങ്ങനെ വെക്കുക. ഇപ്പത്തേക്ക് ഈച്ച ഇരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ റാണിനെ റാണിനെ ഇതാക്കി ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ റാണി ഇതിലുണ്ടാവും എല്ലാ കാര്യം ഉറപ്പാണല്ലോ. പിന്നെ അത് കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഈ രണ്ടടൻ്റെ നടുക്കാണ് പോയി ഒരടനെ വെച്ചിട്ടില്ല നമ്മൾ കണ്ടോ. ബാക്കി കാലി ഫ്രെയിമും വെച്ച് ഉണ്ടോ. ഇതിൽ ഒരു പക്ഷേ ഇത് സൂപ്പറായിട്ട് ഇപ്പം ഇതിങ്ങനെ സൂപ്പർ വെക്കരുത്, സൂപ്പർ ഹണി ചേമ്പർ ഇതിൻ്റെ കൂടെ വെക്കരുത്. ചിലവർ
തീറ്റ കൊടുക്കാനുള്ള ചിരട്ടയും കൂടി വെക്കാൻ വേണ്ടി അപ്പം തന്നെ വെക്കും. ഇങ്ങനെ വെക്കരുത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിച്ചാൽ ഈച്ചാള് നേരത്തെ അല്ല ഓർമ്മക്ക് ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തൂങ്ങിയിരിക്കുമ്പോൾ അടിയിൽ മുട്ടിയിൽ ഈച്ച ഇരിക്കൂല. അപ്പോൾ നമ്മൾ ഈ കൂടൊന്ന് സെറ്റ് ആകുവോളം ഇങ്ങനെ കൂടുന്ന് വെട്ടിയിരിക്കണ കൂടൊക്കെ ആണെങ്കിൽ തീറ്റ ഒന്നും കൊടുക്കാതെ നമ്മൾ ഇതേമാർക്ക് നല്ല തീറ്റല്ല നല്ലൊരു അട ഇതിന് വെച്ചുകൊടുക്കാനുണ്ടെങ്കിൽ കൂടിങ്ങനെ ബ്രൂഡാക്കിയിട്ട് കെട്ടുക. ഇങ്ങനെ തന്നെ കെട്ടണം. പിന്നെ നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹണി ചാമ്പർ അടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് കൂടുതലും അതിനൊരു 10 ദിവസത്തിന് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അതിന് തീറ്റ എപ്പോഴും ഒരുപാട് തീറ്റ കൊടുക്കരുത്. ചിലവിലുണ്ട് അങ്ങനെ പെട്ടെന്നാണ് വളർന്ന് വരട്ടെ വിചാരിച്ചിട്ട് വലിയ ചിരട്ടിയിൽ 900-1000 ലിറ്റർ കൊടുക്കും. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഒരു 100-200 ഗ്രാം തന്നെ ഇങ്ങനെയല്ല കൂടിനൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അത് സെറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് പടിപടിയായിട്ട് തീറ്റ കൊടുത്ത് ക്ലിയർ ആക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ കൂടുന്ന് ഈ കൂട്ടിക്ക് ഒരട വെച്ചു കൊടുത്തു. ഇതിപ്പോൾ പ്രകൃതി കോളനി നമ്മൾ കിട്ടുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇതേപോലെ നല്ല കൂടുന്ന നല്ല അട ഉണ്ടെങ്കിൽ അത് കൂടുന്ന ഇതേപോലെ ആ കെട്ട് ഒരിക്കലും ആ കെട്ട് അയഞ്ഞു പോവുക ചാടുക ചെയ്യരുത്. നല്ല ഉറച്ച് കെട്ടണം. ഈ ഫ്രെയിമുമ്മ കെട്ടണത് അതാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഒരുവിധം ആൾക്കാർക്ക് അത് പോണത് അത്. രണ്ടാമത് നമുക്ക് നല്ല കൂടുണ്ടെങ്കിൽ അതിനൊരട നല്ല മുട്ടിയും പുഴുവിലൊരട അതിൽ വെച്ച് കൊടുത്തിട്ട് അത് ബ്രൂഡാക്കി കെട്ടുക. സൂപ്പർ വെക്കന്നെ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് അട കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഈ പ്രകൃതി കോളനി കണ്ടാൽ ഇപ്പോൾ പിടിക്കാതെ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ വെയിൽ നല്ലോണം അരച്ചതിന് ശേഷം അതിനെന്തെങ്കിലും പ്രകൃതിയിൽ നിന്ന് തീറ്റ വന്നതിന് ശേഷം തന്നെ പിടിക്കുക. അതായത് നിങ്ങൾക്ക് കൂടുതൽ വേറെ ഇല്ലാത്തപോലോ അല്ലെങ്കിൽ അട വെച്ച് കൊടുക്കാനില്ലാത്തവരൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിടിക്കുക. ഇപ്പോൾ പിടിക്കാതെ അതേമാതിരി ഇങ്ങനെ റെഡിയാക്കാനുള്ളതൊക്കെ അട സ്വന്തം വെക്കാണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റെഡിയാക്കാം. നമുക്ക് ആ കൂടുന്ന അട വെച്ച് കൊടുത്താൽ പ്രകൃതി കോളനി പിടിക്കാനല്ലൊക്കെ ഡിസംബർ ജനുവരി ആകുമ്പോൾ പ്രകൃതിയിൽ കുറച്ച് തീറ്റ അതിന് ശേഷം വെച്ച് പിടിക്കുക. അത് ഇതേമാതിരിക്ക് കെട്ടി റെഡിയാക്കിയിട്ട് ഈച്ചനെ വാരിയിട്ടോ അല്ലെങ്കിൽ റാണിനെ പിടിച്ചേക്ക് ഇട്ടിട്ട് ഇതിലിപ്പോൾ നമ്മൾ റാണിനെ നോക്കിയില്ല. പ്രകൃതി കോളനിയിൽ പൊത്തിലൊക്കെ ആണെങ്കിൽ പൊത്തുന്ന ഈ ആട ആദ്യം എടുത്ത് കെട്ടിയതിന് ശേഷം ഈച്ചനെ വാരി അതിലിടുക. അതിനുശേഷം ആ പൊത്തിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ഈച്ചനെ പുകച്ചാൽ മൊത്തം ഈ പെട്ടിക്ക് കയറും. പെട്ടി അതിൻ്റെ പരിസരത്ത് വെച്ച് അപ്പം അല്ലെങ്കിൽ റാണീനും പിടിച്ച് റാണീനെ കിട്ടുകയാണെങ്കിൽ റാണീനോടുകൂടി ഇതാക്കുക. എന്നിട്ട് അത് അവിടുന്ന് കൂടുന്ന നമ്മളെ സ്റ്റാൻഡിൽ സ്ഥാപിച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിയാതെ ആ സാധനം തുറക്കാൻ പാടില്ല. ഇങ്ങനെ ബ്രൂഡാക്കി കെട്ടി ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഇതിന് കുറച്ച് തീറ്റ കൊടുക്കാം. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്, കൂട് പിരിക്കാൻ പറ്റിയ സമയമാണ്. പിരിക്കാനും കൂടിൻ്റെ പണികളൊക്കെ ഒക്ടോബർ നവംബർ ഈ സമയത്താണ് കൂട് നല്ലപോലെ വളരുന്നൊക്കെ സമയം. അപ്പോൾ നമ്മൾ ഇതേമാതിരിക്ക് ചെറുതേൻ കൂട് ഇപ്പോൾ മഴയാണ് എന്നാലും വളർന്ന ചെറുതേൻ കൂടൊക്കെ ഇപ്പോൾ പിരിക്കാം. അല്ലെങ്കിൽ അത് വെയിലറച്ചാൽ പെട്ടെന്ന് തെറ്റി പിരിഞ്ഞു പോവും, ഗെയിന് ആയി പറന്നു പോവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാം.